നമസ്തേ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു NRE പേഴ്സൺ ഇന്ത്യയിലേക്ക് പെർമനൻ്റ് ആയിട്ട് റിട്ടേൺ ചെയ്ത് വരികയാണെങ്കിൽ, അതായത് പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ, വയസ്സായിട്ടോ റിട്ടയർമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആയിട്ട് റിട്ടയർ ചെയ്ത് വരികയാണെങ്കിൽ അവരെന്തൊക്കെ ഒരു പ്രിക്വേഷൻസ് എടുക്കണം, അതായത് അവർ NRE സ്റ്റാറ്റസിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ചും അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ഫെമ ആക്ട്, അത് ബോത്ത് ആയിട്ട് നമുക്കൊരു ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ NRE പേഴ്സണ് നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസ് മൂന്നായിട്ട് തരംതിരിക്കാം. NRE പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒന്ന് റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ROR റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ഓർഡിനറി നോട്ട് റെസിഡൻറ്റ്, അതായത് റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ് അല്ലാണ്ടിരിക്കുക, പിന്നെ NRE പേഴ്സൺ അങ്ങനെയാണ് വരിക. അതായത് റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതും NRE മാത്രമേ കാര്യമായിട്ടുള്ളൂ, മറ്റേത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ ഓർഡിനറി റെസിഡൻ്റ് ആയി മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ വിത്തിൻ 30 days നമ്മൾ NRE അക്കൗണ്ടിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നമ്മൾ NRE അക്കൗണ്ടിന് നമ്മൾ ഒന്നെങ്കിൽ NRE RFC അക്കൗണ്ട്, റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് ആക്കിയിട്ടോ അത് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ NRO അക്കൗണ്ടായിട്ട് നമ്മൾ മാറ്റിയിരിക്കണം. അല്ലാത്ത പക്ഷം ഇൻകം ടാക്സ് ആക്ട് വരെ വലിയ ഇഷ്യൂ ഒന്നും വരുന്നില്ലെങ്കിലും ഫെമ ആക്ട് പ്രകാരം അത് വലിയ ഇഷ്യൂ ആണ്, വലിയ പെനാൽറ്റി വരും. സോ നമ്മൾ നമ്മുടെ ബാങ്കേഴ്സിനോട് പറയുക നമ്മൾ തിരിച്ചു വന്നു, അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്മൾ മാറിയിരിക്കണം എന്ന് പറയാം. അപ്പം മാറിക്കഴിയുമ്പം നമ്മളുടെ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ NRE പേഴ്സണ് ഓർ NRE അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല, അത് ഇന്ത്യക്ക് പുറത്തുള്ളതിൻ്റെ ടാക്സബിൾ അല്ല. അപ്പോൾ അത് നേരെ റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് ആക്കുകയോ അല്ലെങ്കിൽ NRO അക്കൗണ്ട് ആക്കുകയോ ചെയ്യുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൂടുതലാണ്, കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷേ അപ്പോൾ അത് ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പം ഇന്ത്യയിൽ ടാക്സബിൾ ആവുന്ന ഒരു ഇഷ്യൂ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ ഫെമ ആക്ട് പ്രകാരം നമ്മൾ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇനി ഇത് നമ്മൾ ഇന്ത്യയിലേക്ക് ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കൊല്ലം സപ്പോസ് അയാളൊരു NREൻ്റെ ഡെഫിനിഷൻ ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം. തിരിച്ചു വന്ന് ഒരു 152 ദിവസം അല്ല അതിൽ കൂടുതലോ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ റെസിഡൻ്റായി മാറുകയാണ്. 152 ദിവസം ആ ഇയറിൽ അയാൾ റെസിഡൻ്റായി മാറുകയാണ്. എല്ലാം ഈ NRO അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ്, ബാക്കി ഇന്ത്യയിൽ വരുന്ന ഇൻട്രസ്റ്റ്, ബാക്കി അത് നമ്മൾ ടാക്സബിൾ ആയിട്ട് മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പം ഔട്ട് ഓഫ് ദ 90 days ഞാൻ നേരത്തെ പറഞ്ഞു, 10 out of the 9 years നമ്മളിപ്പം കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ 9 കൊല്ലവും നമ്മൾ NRE ആയിട്ട് തന്നെ വരികയാണെങ്കിൽ, NREൻ്റെ ഡെഫിനിഷനിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കൊല്ലവും വരുന്ന 2 കൊല്ലവും, അതായത് 2 കൊല്ലം മൊത്തത്തിൽ 2 കൊല്ലം നമ്മൾ NREൻ്റെ സ്റ്റാറ്റസ് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. അതായത് നമ്മൾ ഇന്ത്യയിൽ വരുന്ന ഇൻകത്തിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, മറ്റേതിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതായത് നമ്മൾ 10 out of the 9 years നമ്മൾ റെസിഡൻറ്റ് എന്ന നോൺ റെസിഡൻറ്റ് എന്ന ഡെഫിനിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം നമുക്ക് ഇന്ത്യയിൽ വരുന്ന ഇൻകംസ്, ഇന്ത്യയിൽ ഡീം ടു അക്രൂ റൈസ് ഓഫ് ഇന്ത്യ മാത്രമേ നമ്മൾ ടാക്സബിൾ ആവുന്നുള്ളൂ, മറ്റേതൊന്നും നമ്മൾ ടാക്സ് വരുന്നില്ല. അത് 3ാമത്തെ കൊല്ലമാകുമ്പോൾ, 3rd ഇയറിലാകുമ്പോൾ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഈ 729 days ലെസ് 3ാമത്തെ കൊല്ലം നമ്മൾ 729 കൊല്ലം അതിൻ്റെ പിറകോട്ടുള്ള കൊല്ലങ്ങൾ അല്ലെങ്കിൽ അടുത്ത 7 കൊല്ലങ്ങളിലേക്ക് നമ്മൾ 700 out of the 7 years 2 കൊല്ലം നമ്മൾ കഴിഞ്ഞു, 729 കൊല്ലം ലെസ് മാത്രമേ ഇന്ത്യയിൽ NRE ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, 729 കൊല്ലത്തിന് കുറവ് മാത്രമേ NRE സ്റ്റാറ്റസിൽ വരികയാണെങ്കിൽ നമ്മൾ 3rd ഇയറും നമ്മൾ NRE ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇൻ ഷോർട്ട് 10 yearsൽ 9 കൊല്ലവും നമ്മൾ NRE എന്ന സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് 2 കൊല്ലം നമുക്ക് NRE സ്റ്റാറ്റസിൽ തന്നെ നിൽക്കാം. 3ാമത്തെ കൊല്ലം നമ്മൾ 729 ദിവസം അല്ലെങ്കിൽ കുറവോ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള 7 കൊല്ലങ്ങളിൽ, അതായത് ബാക്കിലോട്ടുള്ള 7 കൊല്ലങ്ങളിൽ നമ്മൾ 750 ദിവസമോ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ 3rd ഇയറും നമുക്ക് NRE സ്റ്റാറ്റസിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ഇൻകത്തിന് മാത്രമേ നമ്മൾ ടാക്സബിൾ ഉള്ളൂ, മറ്റേതൊന്നും ടാക്സബിൾ ആയിട്ട് നമുക്ക് വരുന്നില്ല. നമ്മളെപ്പോഴും വരുന്ന സമയത്ത് നമുക്ക് ഒരു ഫോറിൻ അക്കൗണ്ട്, അതായത് ഒരു ഫോറിൻ ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫോറിൻ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ബാങ്കിലെ അക്കൗണ്ട് നമുക്ക് റീറ്റെയിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്, നമുക്ക് അത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്ത് വരാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അങ്ങനെ റീറ്റെയിൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പം ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇൻഷുറൻസ് അക്കൗണ്ട് എടുക്കുന്നുണ്ടാവും, അതിൻ്റെ പ്രൊസീഡ്സ് ചിലപ്പോൾ മെച്യൂരിറ്റി ആവാറായിട്ടുണ്ടാവും, ആ സമയത്തായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നുണ്ടാവുക. അപ്പോൾ മെച്യൂരിറ്റി വരുന്ന സമയത്ത് നമുക്ക് ആ അക്കൗണ്ടിലേക്ക് നമുക്ക് നമ്മുടെ കമ്പനിയോട്, ഇൻഷുറൻസ് കമ്പനിയോട് ക്രെഡിറ്റ് ചെയ്യാൻ പറയാം. അല്ലാത്ത പക്ഷം നമ്മളത് അവർ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ത്രൂ ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് TDS കട്ട് ചെയ്യുക, അതിന് ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഒരു അക്കൗണ്ട് എപ്പോഴും നമ്മൾ ഇന്ത്യക്ക് പുറത്ത് കീപ്പ് ചെയ്യുക, നമ്മൾ നോൺ റെസിഡൻ്റ് ആയാലും കുറച്ച് കൊല്ലങ്ങളിലേക്കെങ്കിലും നമ്മളത് കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാക്കിയിരുന്നു. പിന്നെ എല്ലാ ഇൻഷുറൻസും ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനൊരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പുറത്തെ ഒരു പെരിഫറലിൽ മാത്രമേ അത് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതെപ്പോഴും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം ലൈഫ് ഇൻഷുറൻസിനൊക്കെ
ഓൾ ഓവർ ദ വേൾഡ്, ഗ്ലോബൽ വേൾഡിലായിരിക്കും നമുക്കത് അതിൻ്റെ പ്രൊസീഡ്സ്, അതിൻ്റെ മെച്യൂരിറ്റി പ്രൊസീഡ്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അത് എല്ലാ കമ്പനീസും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വലിയ ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം നമ്മൾ തിരിച്ചു വരുന്ന ഒന്ന് പ്ലാൻ ചെയ്തിട്ട് മാത്രം നമ്മൾ എടുക്കുക. കാരണം അത് അവിടെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് വേറെ തന്നെ നമ്മൾ എടുത്ത് വരേണ്ടി വരും. ഫെമ ആക്ട് പ്രകാരവും ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും NRIൻ്റെ ഡെഫിനിഷൻ രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മൾ മാറുമ്പം ബാങ്ക് ഫസ്റ്റ് തന്നെ നമ്മൾ മാറുക, ബാങ്കേഴ്സിന് നമ്മൾ അറിയിക്കുക, റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് നമ്മൾ ചെയ്യുക. കൂടാതെ നമ്മളിപ്പം FCNR അക്കൗണ്ട്, FCNRB എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, അതായത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ മെച്യൂരിറ്റി പ്രൊസീഡ്സ് വരെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് അതിന് ആ ഒരു നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഫെമ ആക്ട് പ്രകാരം പറയുന്നില്ല. അത് നമുക്ക് ആ പ്രൊസീഡ്സിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് പോകാൻ ചെയ്യും. അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള അക്കൗണ്ടുകളെല്ലാം NRI അക്കൗണ്ട് നമ്മൾ മാറ്റിയിരിക്കണം എന്നുള്ളതാണ്. അതിന് ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സിബിൾ ആയിട്ട് വരും എന്നുള്ളതാണ് വരുന്നത്. ഇനി നമ്മൾ NRIൻ്റെ ഡെഫിനിഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 152 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഒരു വർഷം നിൽക്കുകയാണെങ്കിൽ നമ്മൾ NRI സ്റ്റാറ്റസിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ 182 ദിവസമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇല്ലെങ്കിൽ വേറൊരു ഇതും കൂടി പറയുന്നുണ്ട്. അതായത് 60 ദിവസം, ആ ഇയറിൽ 60 ദിവസവും ബാക്കി പ്രീവിയസ് ആയിട്ടുള്ള 365 ദിവസവും നമ്മൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ റെസിഡൻറ്റ് എന്ന ഡെഫിനേഷനിലേക്ക് വരും. സോ 182 ദിവസവും നമ്മൾ ഇന്ത്യയിൽ ആ ഇയറിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ റെസിഡൻ്റ് ആവും. അല്ലെങ്കിൽ 60 ദിവസം ആ ഇയറിലോ അല്ലെങ്കിൽ 365 ദിവസം ബാക്കിലോട്ടുള്ള 4 കൊല്ലങ്ങളിൽ നമുക്ക് ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ റെസിഡൻ്റ് ആവും. പക്ഷേ നമ്മൾ ഇന്ത്യക്ക് പുറത്തോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നവർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടി ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരിക എന്നാ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് 60 ഡേയ്സിനുള്ള ആ ഡെഫിനേഷൻ 182 ഡേയ്സ് ആവും. അതായത് 182 ഡേയ്സ് ആ ഇയറിലും ബാക്കി ഇതിൽ വരികയാണെങ്കിൽ നമ്മളത് അതായത് എംപ്ലോയ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സംഷന് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ ആ 60 ദിവസമുള്ള ഡെഫിനേഷൻ 120 ദിവസമായിട്ട് മാറുകയും ചെയ്യും. 15 ലക്ഷം രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രിയിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ നമ്മളിവിടെ റെസിഡൻ്റായിട്ട് മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ 182 ദിവസമാണ് നമ്മളൊരു ബെഞ്ച് മാർക്ക് വരുന്നത്. അല്ലെങ്കിൽ 60 ദിവസം ആ ഇയറിലും ബാക്കിയുള്ള 365 ദിവസം 4 കൊല്ലം 365 ദിവസം നിൽക്കുകയാണ് വരുന്നത്. അതിൽ 60 ദിവസം എന്നുള്ള ഡെഫിനിഷൻ എംപ്ലോയ്മെൻറ്റ് വരികയാണെങ്കിൽ 182 ദിവസമാകും. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു 15 ലക്ഷത്തിന് ഫോറിൻ സോഴ്സ് അല്ലാണ്ട് ഇന്ത്യയിൽ മാത്രം നമുക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ നമുക്കത് 120 ഡേയ്സിനുള്ള ഡെഫിനേഷനിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് NRIൻ്റെ ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു NRI പേഴ്സൺ റിട്ടേൺ ഒന്നും ആയിട്ടില്ല, അവിടെ NRI സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. പക്ഷേ അയാൾക്ക് ഇവിടെ കുറേ വരുമാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ പ്രോപ്പർട്ടി ഉണ്ട്, അതിനകത്ത് റെൻ്റൽ ഇൻകം ഒക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടിയിലെ വിറ്റ സംഭവങ്ങൾ അയാൾ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അതായത് വിറ്റൻ്റെ പ്രൊസീഡ്സ് അല്ലെങ്കിൽ റെൻ്റൽ ഇൻകത്തിൻ്റെ പ്രൊസീഡ്സ് അയാൾ അങ്ങോട്ടേക്ക് തന്നെ NRI അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടാക്സേഷൻ്റെ സ്ലാബുകൾ വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ നമുക്ക് ടാക്സേഷൻ്റെ സ്ലാബുകൾ വരുന്നത്. സോ നമുക്കിപ്പോൾ റെൻ്റൽ ഇൻകം ഉണ്ടെന്ന് വെച്ചു, നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ അകത്ത് റെൻ്റൽ ഇൻകം നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സബിൾ സ്ലാബ് നമ്മൾ TDS കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആരാണോ റെൻറ്റ് കൊടുക്കുന്നത് അയാൾ 30% എന്ന സ്ലാബിൽ നമ്മൾ TDS കട്ട് ചെയ്തിട്ടാണ് ഇയാൾക്ക് റെൻറ്റ് കൊടുക്കേണ്ടത്. അതായത് ഓണർക്ക് 30% നമ്മൾ കിഴിച്ചിട്ട് ശേഷം മാത്രമേ റെൻ്റൽ ഇൻകം കൊടുക്കാൻ പാടുള്ളൂ. ആ റെൻ്റൽ ഇൻകം മാത്രമേ അയാൾക്ക് പുറത്തോട്ട് റീപാട്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 30% കട്ട് ചെയ്യാണ്ടുള്ള റെൻ്റൽ ഇൻകം ആണെങ്കിൽ അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു വയലേഷനാണ് TDS കട്ട് ചെയ്യുന്നത്. അതായത് ആരാണോ കൊടുക്കുന്ന ആൾ അയാൾക്കും ബുദ്ധിമുട്ടായി മാറും, കിട്ടുന്ന ആൾക്കും അത് ബുദ്ധിമുട്ടായി മാറും, അയാൾക്കും ഒരു ഇൻകമായിട്ട് കാണിക്കാൻ പറ്റില്ല. സോ 30% നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് റെൻ്റൽ ഇൻകം ആണെങ്കിൽ. പ്രോപ്പർട്ടി സെയിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലം വിറ്റിട്ട് അയാൾ അതിൻ്റെ പ്രൊസീഡ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, അവിടെ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവിടെ തന്നെ അയാൾക്ക് പാർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശത്തിന് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് 2 തരത്തിലാണ് വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. ലോങ് ടേം എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾ നമ്മുടെ കയ്യിൽ വെച്ച് ഒരു സ്പെസിഫൈഡ് പീരീഡ് പറയുന്നുണ്ട്. ആ പീരീഡ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ വിൽക്കുന്നതാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും, അതിനകത്ത് വരുന്ന ലാഭത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും, കുറച്ച് കാലങ്ങളിൽ മാത്രം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ വിൽക്കുന്നതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ആയിട്ട് വരും. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും അനുസരിച്ചിട്ട് 12.5% to 30% ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ TDS കട്ട് ചെയ്യണം. ഇപ്പോൾ ഷോർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ 30% ആണ് നമ്മൾ TDS കട്ട് ചെയ്തിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഇൻകം. അല്ല ലോങ് ടേം ആണെങ്കിൽ 12.5% നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ടാക്സ് അടച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യയിലെ ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ടാവണം. ഇൻകം ടാക്സ് മാത്രമല്ല
ഇനി നമ്മൾ പ്രോപ്പർട്ടി വെക്കുമ്പോൾ പ്രോപ്പർട്ടീൻ്റെ ടാക്സ് അങ്ങനത്തെ ടാക്സുകളെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ടാണ്. ഇത് തന്നെ OCIക്കും ബാധകമാണ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യക്കും ബാധകമാണ്. സോ NRIക്ക് മാത്രമല്ല ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യക്കും ബാധകമാണ്. ഈ NRIൻ്റെ കൂടെ തന്നെ വരുന്ന ഒരാൾക്കാരാണ് OCI എന്ന് പറഞ്ഞവർ. OCI എന്ന് വെച്ചാൽ അവർക്കൊരു സെപ്പറേറ്റ് കാർഡ്, OCI കാർഡ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ്റെ കാർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ലോങ് ടേം ആയിട്ട് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുന്ന ലോങ് ടേം വിസ പോലത്തെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 182 ഡേയ്സിൻ്റെ ഒരു സ്റ്റാറ്റസ് അല്ല, അവർക്ക് ലോങ് ടേമിലായിട്ട് വരുന്ന ഒരു ഇതിൽ വരുന്ന ഓവർസീസ് സിറ്റിസൺസിന്. അപ്പം ആരാണ് ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആവാൻ ബാധകമായ ആൾക്കാർ, അങ്ങനത്തെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, 1950 ജനുവരി 26 ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളവർ, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം ജനുവരി 26 ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് നമ്മൾ ഓവർസീസ് സിറ്റിസൺ കാർഡ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അതിന് അപേക്ഷിക്കാനുള്ള ഒരു ഇതുണ്ട്. അപേക്ഷിക്കുന്ന ഓൺലൈൻ പോർട്ടൽ ത്രൂ ആണ്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു വിവരങ്ങൾ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ജനുവരി 26 1950 നമുക്ക് സിറ്റിസൺ ആവാൻ നമ്മൾ ബാധ്യതയല്ല, അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ഉള്ള വ്യക്തികൾ ആണെങ്കിൽ നമ്മൾ അതും നമുക്ക് ഓവർസീസ് സിറ്റിസണായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ്റെ ഫോറിൻ വൈഫ്, അതായത് ഫോറിൻ സിറ്റിസണായിട്ടുള്ള വൈഫിനും നമുക്ക് ഓവർസീസ് സിറ്റിസണായിട്ട് നമുക്ക് വരാനുള്ള ഒരു അധികാരമുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ വൈഫ് ഒരു ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ 2 കൊല്ലത്തേക്കുള്ളിൽ എൻ്റെ മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡൈവേഴ്സ് ഒന്നും ആയിട്ടില്ലെങ്കിൽ, ആ ഫോറിൻ സിറ്റിസണും ഇന്ത്യയിൽ ഓവർസീസ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. പിന്നെ ഇന്ത്യയിൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളുടെ അതിൻ്റെ മുകളിലുള്ളവരും, അച്ഛനും അമ്മേൻ്റെയും മേലിലൊരു അച്ചാച്ചൻ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന്, അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ്, വിഭജിച്ചതിന് ശേഷം ഇന്ത്യയുടെ ടെറിട്ടറിയിൽ വരുന്ന ഒരാൾക്കാരാണെങ്കിൽ അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ്റെ കാർഡിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്കും ചെയ്യാം. അപ്പോൾ ഇവർക്കും ടാക്സേഷൻ എല്ലാം NRIൻ്റെ അതേ സ്റ്റാറ്റസിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു സെപ്പറേറ്റ് കാർഡുകൾ വരും, അവർക്ക് കുറച്ച് കാലം കൂടി കൂടുതൽ നിൽക്കാം. പക്ഷേ മൗണ്ടനിയറിങ്ങിനും മറ്റേ ടൂറിസ്റ്റ് വിസയും മിഷണറി പർപ്പസിനൊക്കെ വരുന്നവർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ്റെ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. അതായത് ഈ സെപ്പറേറ്റ് കൺട്രീസിൽ, അതായത് പാകിസ്ഥാൻ ഏതെങ്കിലും കൺട്രീസിൽ സിറ്റിസൺ ആയിരുന്നവർക്ക് മുമ്പ് അവരുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ പിതാമഹന്മാരോ ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ടെറിട്ടറിയിൽ നമ്മൾ ഇന്ത്യയുടെ സിറ്റിസൺ ആവാൻ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ്റെ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കാർഡ് ഓൺലൈൻ പോർട്ടൽ ത്രൂ ആണ് ചെയ്യേണ്ടത്. അത് തരേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. 30 ദിവസത്തിനുള്ളിൽ നമുക്കതിൻ്റെ ഒരു അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും പോർട്ടലിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ നോട്ടിഫിക്കേഷൻ വേണ്ടി കൂടുതൽ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. വൺസ് അഗൈൻ രതീഷ് സൈനിങ് ഓഫ്.